മാളുവാ ഇവിടെ ഒന്ന് വന്നാ. എന്തപ്പാ? ഇമ്മ പോയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? നാളേക്ക് 8 ദിവസമായിപ്പാ. ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 45 കൊല്ലായി. ഈ കാലത്തിന്റെ ഇടക്ക് വിട്ടു നിൽക്കൽ ആദ്യമാണ്, അതും ഇത്രയും ദിവസം. നിങ്ങക്ക് നല്ല സങ്കടം ഉണ്ടല്ലപ്പാ ഉമ്മ ഇവിടെ ഇല്ലാഞ്ഞിട്ട്. സങ്കടോ? എനിക്കോ? ഓളില്ലാതായപ്പോഴേ ഇത്ര വലിയ സന്തോഷം ഉണ്ടാവുന്നുണ്ട് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ട് ചെയ്തത്. ഇപ്പോഴാണ് ഞാനത് അറിഞ്ഞത്. എന്നാ നിങ്ങളാ സന്തോഷം കഴിഞ്ഞിക്കിന്. നാളെ ഉമ്മ വരുന്നുണ്ട്. ഉമ്മ മാത്രല്ല താത്തയും കുട്ടികളും ഉണ്ട്. അപ്പൊ പിന്നെ നാളേക്ക് കുറച്ച് സാധനങ്ങൾ വേണം. ആ കാര്യം ചോദിച്ചേ, ആ ഒരു ലിസ്റ്റ് ആക്കിയാണ് കൊണ്ടേ. നാളെ കോട്ടക്കൽ ചന്തീന് വാങ്ങാം. ലിസ്റ്റ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ എടുത്തോണ്ടരാം. എന്നാ എടുത്തോണ്ടല്ലേ. ഓളിപ്പോ നാളെ വരുന്നുണ്ടല്ലേ. ഒരു 8 ദിവസം മര്യാദക്ക് കിടന്നു തുടങ്ങി. ഞാനൊരു 10-15 ദിവസമൊക്കെ വിചാരിച്ചിരുന്നു. അതിപ്പോ നടക്കണ കോലല്ല. ഇതിപ്പാ ലിസ്റ്റ്. ഇത് കുഞ്ഞാണി വൈദ്യര് കഷായത്തിന് എഴുതി മാറിക്കണ്ടല്ലോ. കായ് ഒരുപാട് ചെലവാക്കണല്ലോ പതിന്. ചെറിയ കായ് കൊണ്ടൊന്നും ഇപ്പൊ ഇത് വാങ്ങാൻ നടക്കൂലല്ലോ. കുഞ്ഞാവേ പൈസ അയച്ചിക്കിന്. ആ പാവപ്പെട്ട കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കാല്ലേ, അതും തന്നെ വാങ്ങണം. അതിപ്പോ 10 കുട്ടിയൊക്കെയല്ലേ, അതുകൊണ്ടൊന്നും ഇജ്ജ് പേടിച്ചണ്ട. അതൊക്കെ നമുക്ക് ചന്തീന്ന് വാങ്ങാന്ന്. അത് വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞങ്ങൾ ആ റോഡ് സൈഡിൽ നിന്ന് വാങ്ങിക്കൊടുത്തിട്ട് ആ ആൾക്കാരെ മുന്നിൽ മാനം കിട്ടിക്കുന്നു. ഒരാൾക്കൊരു സാധനം വാങ്ങിക്കൊടുക്കുമ്പോഴേ നല്ലത് വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ അതിന് നിൽക്കരുത്. ഇതൊരു നടക്ക് പോകൂല. 10 ഉറുപ്പ്യ ഓ അയച്ചേക്കണെന്നുണ്ടെങ്കിൽ ഞമ്മക്ക് തരം കൂടി ഒരു 4,000 ഉറുപ്പ്യൊക്കെ ഒപ്പിച്ച കുറച്ചൊക്കെ ഞാൻ എനിക്കും തരാന്ന്. അതൊന്നും നടക്കൂല കേട്ടപ്പാ. ഒരാൾക്കൊരു സാധനം വാങ്ങിച്ചെടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെ വാങ്ങിക്കൊടുക്കണം. എനിക്കും ഈ ആൾക്കാരെ മുന്നിൽ ഒന്ന് മാനം കെടാൻ. ഇല്ലെങ്കിൽ ഞാൻ കുഞ്ഞാവിനോട് വിളിച്ചറിയും ഈ പണിക്ക് കണ്ടാന്ന്. ഇജിപ്പഞ്ഞ് അതിന് കുഞ്ഞാവാട് വിളിച്ചു അറിയാണ്ട് ഇപ്പൊ അയക്കൊണ്ടില്ല, അതാകണ്ട. ഇത് മാറ്റിക്കൂട്, നമ്മൾ എവിടുക്കാച്ചിങ്ങ പോകാം. എന്റെ ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നന്ന്. അയിമിന് ലേശം കായ് ബാക്കിയൊക്കെ ചേച്ചിന് കോലല്ല. ഉപ്പ ഒന്ന് വേഗം ഇങ്ങോട്ട് വരി. അജ്ജ അപ്പൊ അതിന് വണ്ടി വിളിച്ചാ ഇവിടുത്തെ നടക്കാൻ വേണ്ടി ദൂരമുള്ളൂ. നടന്നു പോയാൽ മതിയെ. ഇനിയിപ്പൊ അതിനും കായ് ചെലവാക്കണം. എന്നാലേ നിങ്ങൾ നടന്നു വരും, ഞങ്ങൾ ഓട്ടോറിക്ഷ പോയിക്കോണ്ട്. അതൊന്നും പറ്റൂല. ആണ്ട് ഇറങ്ങിക്കൂടിപ്പാ. എല്ലാ ഞമ്മള് കൊടുന്ന കായ് ഇവിടുന്ന് വാങ്ങാൻ തേയോ? ഞങ്ങൾക്കൊരു 10 കുട്ടികൾക്കുള്ള ഡ്രസ്സ് വേണം. നല്ല ക്വാളിറ്റി ഉള്ള സാധനം ആയിക്കോട്ടെ, പല അളവിലുള്ളത്. ആൺകുട്ടിയാക്കളാണോ പെൺകുട്ടിയാക്കളാണോ? രണ്ടും വേണം. ആയിക്കോട്ടെ. വലിയ ബെല്ലൊന്നും വേണ്ട, ചെറിയ കായിന്റെ മതി. നമ്മൾ അതിനായിട്ട് കായൊന്നും കൊടുത്തിട്ടില്ല. വിലന്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാണ്ട കാക്ക. നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള സാധനം വില കുറച്ചിട്ട് നമ്മൾ തരാം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. വില കുറവുണ്ടെങ്കിൽ എനിക്കും ആണ് ഒരു കുപ്പായം തൂടി. അതിനകത്ത് കണക്ക് വെച്ചിട്ടൊന്നും ചെല്ല. എനിക്ക് ഈ കട ആരെയാ പറഞ്ഞത്? ആ വണ്ടിക്കാരൻ പറഞ്ഞതാ തന്നെ. ഇത് ഇജ്ജ് പിടിച്ചാ. ഇജ്ജാ കട കാട്ടിക്കൊടുത്തത്? ഈ കട ഓക്ക് കാട്ടിക്കൊടുക്കണ മുമ്പായി എനിക്ക് കാട്ടി തരണ്ടേ? അപ്പൊ ഓൾറെഡി ഞാൻ മനം കെട്ടിയില്ലേ. ഇത്രയും വില കുറച്ച് സാധനം കെട്ടുന്ന കട ഉണ്ടായിട്ട്. അപ്പൊ എല്ലാരും പോന്നോളി. ഈ ചെറിയ പെരുന്നാള് നമുക്ക് വിവാഹ കളക്ഷനോടൊപ്പം ഏറ്റവും വില കുറച്ചിട്ട് തിരു റോട്ടിലെ താഴെ കോശരുമല് വിവാഹ കളക്ഷൻസ്. അപ്പൊ ചെറിയ പെരുന്നാൾ അടിപൊളിയാക്കാൻ വിവാഹ കളക്ഷൻ.